ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മതി. മാക്സിമം സപ്പോർട്ട്, കമൻറ്റോ ഷെയറോ. നിങ്ങൾക്ക് പൈസ ചിലവില്ലാത്ത എന്തു നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസ കിട്ടും. അടുത്തതായിട്ട് ഒരു ഫോട്ടോ സെഷനാണ് കേട്ടോ. ഇതാണ് ആ ഫോട്ടോ സെഷൻ. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഏതായാലും ഇവിടെ നിൽക്കണ്ട, മാറി നിൽക്കാൻ. ആ മുമ്പിൽ നിന്നോണ്ട് തന്നെ മാറി നിന്ന് അങ്ങനെ ഇതാണെന്നുണ്ട് നമ്മുടെ ജി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? അടുത്ത് നിൽക്ക്. നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ ഫോട്ടോക്ക് ഒരു പവർ കിട്ടുന്നുള്ളൂ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നിൽക്കുന്നു. ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മുടെ മോദിജി മേലോട്ട് എങ്ങോട്ടോ നോക്കുന്നുണ്ട്. അങ്ങനെ മോദിജി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ അത് നോക്കി അത് എന്തൊക്കെ അവിടെ എഴുതി വെച്ചില്ലേ. ഒക്കെ ഹിന്ദിയിലാട്ടോ, മറ്റേക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അയാൾ വീണ്ടും തിരിഞ്ഞ് ഇയാൾ ഇങ്ങോട്ട് അവിടെ എന്തൊക്കെ അവിടെ ഫുൾ ഫോട്ടോസ് ഇല്ലേ. അങ്ങനെ മൂപ്പർക്ക് സത്യം പറഞ്ഞാൽ ഈ സൈഡിൽ നിൽക്കാക്കുന്ന ഒരു താല്പര്യമില്ല. അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയാൾ അപ്പുറത്തുള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അറിയുന്ന ഭാഷയല്ലേ. അപ്പൊ അയാൾ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു. എന്നാലും മോദിജി ഇങ്ങനെ കൈ വെച്ച് നിൽക്കുക. ഇയാളെന്താ ഇങ്ങോട്ട് നോക്കുക? അതെ, ഇവിടെ തട്ടി ഒരു കൈ ഇങ്ങനെ ഒരു ഇവിടെ ഞാൻ അവിടെ അല്ല ഇവിടെ ഫോട്ടോ കളിയാക്കുന്നതൊന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മുടെ വിശ്വഗുരുവാണെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ വിശ്വഗുരുവിൻ്റെ ഒരു അവസ്ഥകളെ പറ്റി ആലോചിച്ച് നോക്കുകയാണ്. മറ്റേ ആളെ എങ്ങോട്ടോ അവിടെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നു. മോദിജി ആണെങ്കിലോ ഫുൾ വിരലമ്മല മൊത്തം. മോദിജിന്റെ വിരലിന്റെ അങ്ങനെ തുമ്പത്താണ് ഈ ലോകം തന്നെ നിൽക്കുന്നത്. ഈ ബയോളജിക്കൽ ദൈവം വിശ്വഗുരു ഒക്കെ എവിടെയാണ് സംഭവം ഉള്ളതാ? ഇതിലോട്ട് നോക്കണം. അവിടെ ഇനിയിപ്പം ജർമ്മൻ ചാൻസലർ അല്ല, അവിടെ ഡൊണാൾഡ് ട്രംപ് വന്നാൽ പോലും ഇങ്ങോട്ട് നോക്കണം. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ മോദിജി ഇങ്ങനെ നിൽക്കില്ല. മോദിജി ഇങ്ങനെ നിൽക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ. അത് നിങ്ങൾക്കറിയോ? ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിലെ നമ്മൾ 500% 50% ഒക്കെ കഴിഞ്ഞ് അടുത്ത നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഇറാനിൽ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ലേ. ഇറാനെ പേടിച്ചിട്ട് അമേരിക്ക യുദ്ധം വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പം എപ്പോഴെങ്കിലൊക്കെ അടിക്കുമായിരിക്കും. തൽക്കാലത്തേക്ക് ഏതായാലും നമ്മുടെ ട്രംപ് ഒന്ന് ഖമേനിയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വഗുരുവിനെ നമ്മുടെ ചക്കഗുരുവിനല്ല പറയേണ്ടത്, ഖമേനിനെ പോലത്തെ ആൾക്കാരോട് പറയണം. അതായത് അമേരിക്ക, ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ രാജ്യങ്ങൾ ഇപ്പം വെടി പൊട്ടിച്ച് തീർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പൊട്ടിക്കണം, നിന്റെ അണ്ണാക്കലിട്ട് ഞാൻ തിരിച്ചു പൊട്ടിക്കും എന്ന് പറയാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു കരുത്ത്. അതാണ് ഈ വിശ്വഗുരു, അതല്ലെങ്കിൽ ബയോളജിക്കൽ ദൈവം എന്നൊക്കെ പറയാൻ തോന്നിപ്പോകുന്നത്. അതെന്താവട്ടെ, അതായത് അവിടെ പൊട്ടിച്ചു അവിടെ തീർന്നു. നമ്മുടെ ബയോളജിക്കൽ ദൈവം വാ തുറന്നിട്ടില്ല. ട്രംപ് എന്ത് പണി തന്നു കഴിഞ്ഞാലും ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞു പോലെ ഇങ്ങനെ കുനിഞ്ഞു നിർത്തിട്ട് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറയാൻ വന്നൊരു കാര്യം, എൻ്റെ ചാനലിലിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ സംഖ്യകൾ. തിരിച്ചും മറച്ചും തിരിഞ്ഞും നമ്മുടെ മോദിജി ട്രംപിനിട്ട് പണിയുന്ന പോലെ എൻ്റെ ചാനലിലിട്ട് പണിയാനാണ് നോക്കുന്നത്. പക്ഷേ മോദിജി വാ തുറക്കില്ല, നമ്മൾ വാ തുറക്കും. അതാണ്, ട്രംപ് എത്ര പണിതാലും മോദിജി ഇങ്ങനെ വാങ്ങും, പക്ഷെ നമ്മൾ വാ തുറക്കും. അതുകൊണ്ട് ആ വാ തുറക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്ബും കൂടെ ചെയ്യണം. മാക്സിമം സപ്പോർട്ട്, കമൻറ്റോ ഷെയറോ. നിങ്ങൾക്ക് പൈസ ചിലവില്ലാത്ത എന്തു നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസ കിട്ടുമേ. പൈസ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് അടിച്ചു മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെല്ലാണ്ടാക്കാൻ നോക്കുന്ന നമ്മുടെ നാട്ടിലെ സംഘിക്കുട്ടന്മാരുണ്ടെങ്കിൽ അവരോട് തിരിച്ച് അതല്ല, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പം മാക്സിമം ഇപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്കും ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഒരു കുഴപ്പമില്ല. സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ആൾക്കാർക്ക്. അപ്പം നമ്മൾ കുനിഞ്ഞ മോദിയുടെ അവസ്ഥയെ പറഞ്ഞാൽ, ഈ കുനിഞ്ഞ മോദിയുടെ അവസ്ഥ പറഞ്ഞുതരാം. അപ്പം ഇറാനിൽ യുദ്ധം നിർത്തിപ്പോയ ട്രംപ് ഇറാന്റെ മേലെ വീണ്ടും ഉപരോധങ്ങൾ വെച്ചിട്ടുണ്ട്, ഒരുപാട് ഉപരോധങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇറാനുമായിട്ട് സഖ്യകക്ഷികളായിട്ട് അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഏതൊരു തരം ഡീലിംഗ് നടത്തുന്ന രാജ്യങ്ങളോടും ട്രംപ് വീണ്ടും തീരുവയുടെ പേരിലും അല്ലാത്തതിൻ്റെ പേരിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്ത്യ ഇറാൻ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ബന്ധമാണ്. നമ്മുടെ നാട്ടിൽ സംഖ്യക്കത് അറിയത്തുള്ളൂ. സംഖ്യകൾ വിചാരം മുസ്ലിം അല്ലേ ഇറാനിൽ, അവന്മാർ തൊലഞ്ഞു പോട്ടെ, ചത്തു പോട്ടെ, പന്നി കൂട്ടങ്ങൾ പെറ്റിട്ട് കൂട്ടുക എന്നൊക്കെ പറഞ്ഞു നടക്കണേ നമ്മുടെ നാട്ടിലെ സംഖ്യകളുകൊണ്ടാണ് പറയാനുള്ളത്. നമ്മുടെ രാജ്യം നമ്മൾ ഈ ട്രംപിന്റെ മുമ്പിൽ കുനിഞ്ഞ പ്രധാനമന്ത്രിയുടെ കാര്യം തന്നെ പറയുന്നത്. ഇറാന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെയല്ല. ഇറാനും നമ്മളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അത് പാകിസ്ഥാനും മറികടന്ന് പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ എപ്പോഴും നമുക്കൊരു ഭീകര രാജ്യം അല്ലെങ്കിൽ നമ്മളെ ഇല്ലാണ്ടാക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ. അത് തുടക്കം മുതൽ അങ്ങനെ തന്നെ. അപ്പം ആ പാകിസ്ഥാനെ വരെ ക്രോസ് ചെയ്ത് നമ്മൾ ഇറാനുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഇറാനിലേക്ക് വൻതോതിൽ ബസുമതി അരി, നമ്മുടെ ഹൈദരാബാദി ബിരിയാണിൻ്റെ അരി, ഇത് ഏകദേശം 12,000 കോടി രൂപയുടെ ബസുമതി അരിയാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഓരോ കൊല്ലത്തിലും. അത് മാത്രമല്ല ചായ, പിന്നെ ഇന്ത്യയുടെ ഫാർമസി, മരുന്നുകൾ, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി നല്ലപോലെ ചെയ്യുന്നുണ്ട്.
അപ്പം ട്രംപ് ഈ ഇറാൻ്റെ മേലെ വീണ്ടും ഉപരോധമിട്ട് ഇറാനോട് ഇത്തരം ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുടെ മേലെ വീണ്ടും ഉപരോധങ്ങളിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നമുക്കാണ്, ഇന്ത്യക്കാണ് അടി കിട്ടുന്നത്. അപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ട്രംപ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കുനിഞ്ഞിരുന്ന് കേൾക്കാനേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്രത്തിൻ്റെ മെച്ചം, കുണം എന്ന് വേണേൽ പറയാം. നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഭരണകർത്താക്കൾ ഉണ്ടാക്കിയിട്ടുള്ള കുണം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, കോണകം എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ചമ്പാർ തുറമുഖത്തിൻ്റെ കാര്യത്തിന് നിങ്ങൾ എടുത്തോ, നമ്മൾ ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത കണക്ക് നിങ്ങൾ എടുത്തു നോക്ക്. ആ തുറമുഖത്തിന് വരെ ട്രംപിൻ്റെ ഉപരോധമുണ്ട്. അതായത് ആ തുറമുഖത്തിന് ട്രംപിൻ്റെ ഉപരോധം, അങ്ങോട്ട് ഷിപ്പ് പോലെ എത്താത്ത അവസ്ഥയിലോട്ടുള്ള ഉപരോധങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് എത്ര ഊതലാണ് നമ്മൾ ഇന്ത്യക്ക് എഫക്റ്റ് കിട്ടുന്നവരോ. ഇന്ത്യയുടെ അതായത് പാകിസ്ഥാൻ ക്രോസ് ചെയ്ത് ഈ ഇറാൻ്റെ തുറമുഖത്തോട്ട് പോയിട്ട് നമ്മൾ വാണിജ്യങ്ങൾ നടത്തുന്നുണ്ട്. അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലോട്ടും മറ്റ് റഷ്യൻ സൈഡിലോട്ടും ഒക്കെ നമ്മൾ വാണിജ്യം നടത്തുന്ന ഈ തുറമുഖം വഴിയാണ്. ഇനി ഒന്നുമല്ല, ആ തുറമുഖം നമ്മുടെ തുറമുഖം, നമ്മൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പൈസ വെച്ചിട്ടുണ്ടാക്കിയ തുറമുഖമാണ്. ഏകദേശം ഈ ഒരു ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു ഡീറ്റെയിൽസ്. അതായത് അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾ മൊത്തം ഈ തുറമുഖത്തിൻ്റെ മേലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഏത് അവസ്ഥയിലോട്ടാണ് നോക്കുക. നമ്മളവിടെ 2 ഘട്ടങ്ങളായിട്ടാണ് ഈ തുറമുഖത്തിന് വിപുലീകരിച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടം നമ്മൾ കഴിഞ്ഞു, അതായത് ആദ്യഘട്ടമായിട്ട് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം പണിയെടുക്കാൻ നിൽക്കുന്ന നമ്മൾ ഇപ്പം അത് നിർത്തലാക്കിയിരിക്കുക. അമേരിക്കയുടെ ഉപരോധം കാരണം നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലോട്ടാണ് അപ്പോൾ ഇന്ത്യ എത്തിയത്. ട്രംപിൻ്റെ മുമ്പിൽ വീണ്ടും കുനിയ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇതിന് സാമ്പത്തിക വേദമുണ്ട്. ഈ ഒരു തുറമുഖ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഇതിനകം ഏകദേശം 1.20 മില്യൺ ഡോളർ, ഏകദേശം 11,100 കോടി രൂപ ഇറാന് നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ തുറമുഖം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്. ആ തുക നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ പ്രൊജക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് പൊളിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമില്ല. അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസയാണത്. അവിടെ നമുക്ക് ഏറ്റവും വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ പോവാണ്. ഈ സാമ്പത്തിക നഷ്ടം എന്നുള്ളതല്ല, ഇപ്പോൾ ഒരു 1,100 കോടി എന്നുള്ളത് മാത്രമല്ല. അതായത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സംഘികളെ കുറ്റം പറഞ്ഞാൽ സംഘികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. ഇത് വാജ്പേയിയാണ് അന്നത്തെ സർക്കാരുള്ള സമയത്ത് ഇങ്ങനെ ഒരു തുറമുഖ പദ്ധതി നമ്മൾ കൊണ്ടുവന്നതും അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാവുന്നു. അത് സംഘികളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അല്ലാണ്ട് ഇപ്പം മോദിനെ പോലെ ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംഘികളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രധാനമന്ത്രിയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു ഇത്. ഇനി അതൊക്കെ പോട്ടെ, ഇതിൻ്റെ ഇപ്പം അത് പൈസയുടെ ഒരു കാര്യം മാത്രമാണ്. ഇനി തന്ത്രപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പാകിസ്ഥാനെ മറികടന്ന് പാകിസ്ഥാനെ ഒഴിവാക്കിയിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിലോട്ട് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന ഒരേ ഒരു തുറമുഖമാണിത്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പല എന്താ പറയുക, നമ്മുടെ കണക്ഷൻസുമാണ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ കൊണ്ട് മെച്ചം ഉണ്ടാകുന്ന ആൾക്കാർ നമുക്കിട്ട് അടിക്കാൻ കാത്തുക്കുന്ന ചൈനക്ക്. പാകിസ്ഥാൻ ഓൾറെഡി മെച്ചം വരും, ഓട്ടോമാറ്റിക്കലി അവർക്ക് മെച്ചം വരും. പിന്നെ ഇതിന് മെച്ചം ഉണ്ടാക്കാൻ ചൈനയാണ്. അതായത് ചൈനയുടെ നേട്ടം, ഇന്ത്യ ഇതിൻ്റെ അടുത്ത് പിന്മാറുമ്പോൾ ഇറാനിലെ എണ്ണ വിപണിയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളും പൂർണ്ണമായും ചൈനയുടെ കയ്യിലോട്ടാണ് പിന്നെ പോകുന്നത്. ചൈനയാണ് പിന്നെ ഇതിനെ കണക്ട് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ചൈനയുടെ കയ്യിലോട്ടാണ് പോയി ഇന്ത്യ അവിടെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നത്. ചൈന ഓൾറെഡി പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഈ ഖദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുറമുഖമുണ്ട്. അവിടെ ചൈന പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചൈനയാണ് അത് ഡീൽ ചെയ്യുന്നത്. അതിനെ മറികടന്നിട്ട് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരുന്നു ഈ ചമ്പാർ തുറമുഖത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വിപണനങ്ങളും വാണിജ്യങ്ങളും. ചൈന എങ്ങനെ പൈസ അവിടെ അതേപോലെ ഇന്ത്യ പൈസ ഇറക്കി ഇന്ത്യയുടെ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു അത്. അതാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത്. ഇനിയിപ്പം ചൈനക്ക് പാകിസ്ഥാനിലുമായി അടുത്ത ഓപ്ഷൻ ചൈന ചാടാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. ഇത് ഇറാനിലെ സകലമാന, അതായത് അവരുടെ എണ്ണയും അവരുടെ മറ്റ് സംഭവങ്ങളൊക്കെ ചൈനക്ക് ഡയറക്റ്റ്ലി എടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ കിട്ടാൻ പോകുന്നത്. കാരണം ചൈന അമേരിക്കനെ പേടിക്കുന്നില്ല. ചൈനയുടെയുള്ള തീരുമാനങ്ങൾ വെച്ചിട്ട് ചൈനയുടെ ഇന്ത്യ അമേരിക്കനെ പേടിക്കുന്നുണ്ട്. ഇന്ത്യ പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് ആ പദ്ധതി ഇന്ത്യ ഉപേക്ഷിക്കും എന്നുള്ള അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്നത്. എന്താ അവസ്ഥ ഞാൻ പറഞ്ഞത്? കുനിഞ്ഞു മാത്രമല്ല, കുനിഞ്ഞു ഒടിഞ്ഞ് നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ വിശ്വ കുലപുരുഷൻ അല്ലെങ്കിൽ ദൈവം, ബയോളജിക്കൽ ദൈവം കുനിഞ്ഞു ഒടിഞ്ഞ് 2 പീസായി നിൽക്കുന്ന അവസ്ഥ ഇപ്പം ട്രംപിൻ്റെ ഫ്രണ്ടിൽ. നമ്മുടെ വിശ്വഗുരു പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടേ ഞാൻ തീരുമാനങ്ങളൊന്നും എടുക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യ തീരുമാനങ്ങളൊന്നും എടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം മറ്റ് രാജ്യങ്ങൾ എന്ത് പറയുന്നു അത് അതുപോലെ കേട്ട് ഞങ്ങളുടെ മേലെ കൂടെ ചവിട്ടി ഒരച്ച് പൊക്കുമെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അത് ഏത് രാജ്യമാണെങ്കിലും, അത് ചൈന ആണെങ്കിലും വേണ്ടില്ല, റഷ്യ ആണെങ്കിലും വേണ്ടില്ല, അമേരിക്ക ആണെങ്കിലും വേണ്ടി, ഏത് രാജ്യങ്ങളും ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യനെ. ആ മെതിക്കേണ്ട എഫക്റ്റാണ് ഇപ്പം നമ്മുടെ രൂപ 91 വരെ എത്തിയത്. എന്നിട്ടും ഇതിനെ വാഴ്ത്തി പാടുന്ന സംഘി വിവരം കെട്ട പടുവാണങ്ങളെ നിങ്ങളൊക്കെ ഏത് കാലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഇറാനിലെ ഇത്രയും പ്രശ്നങ്ങൾ അവരത് സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് ഇതിമോ കിട്ടുന്ന പണിനെ പറ്റി ആലോചിക്കണം നിങ്ങൾ. ആ പണിനോട് നേട്ടം വരാൻ പോകുന്നത് ഇപ്പം പാകിസ്ഥാനും ചൈനക്കും അമേരിക്കക്കുമാണ്. ഇന്ത്യ മുഞ്ചിത്തേറ്റിരിക്കുക അവസ്ഥ. അപ്പോൾ ഈ ഒരു പദ്ധതി
ട്രംപിനെ പേടിച്ച് ഇന്ത്യ ഒഴിവാക്കുന്നതോടുകൂടി വാണിജ്യപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, നയതന്ത്രപരമായിട്ട് മൂന്നും അടിച്ചു കിട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇന്ത്യക്കുള്ളത്. ഇനിയും ഇതിനെ സപ്പോർട്ട് ചെയ്യാനില്ല, ഇതിനെ തലയിൽ വെച്ച് നടക്കുന്ന സംഖ്യകളോട് വേറെ എന്ത് പറയാനല്ലേ. എന്താ ആവട്ടെ, ഏതായാലും ചാനൽ സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങൾ. ഏതായാലും മോദിക്ക് പണി കൊടുക്കുന്ന ട്രംപിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കുഞ്ഞിരുന്ന് അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പണി തരാൻ നോക്കുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം എല്ലാം പറഞ്ഞ പോലെ.